ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ ഉത്തമർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരമുള്ളവരാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയുന്നവരാണ് ജനങ്ങളിൽ ഉത്തമർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജനവിഭാഗങ്ങളിൽ യതീമീങ്ങളായ മക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കാൻ കഴിയുക എന്നത് നൂറുൻ അലാ നൂറാണ്. വയസ്അലൂനക അനിൽ യതാമ ഖുൽ ഇസ്ലാഹുൻ ലഹും ഖൈറുൻ. യതീമീങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കുക എന്നത് വലിയ വലിയ ഖൈറായ ഒരു മഹത്തായ ഭാഗ്യമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച വിശേഷണങ്ങളിൽപ്പെട്ട ഒരു വിശേഷണമാണ് യതീം. അലം യജിദ്ക യതീമൻ ഫആവാ. ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ യതീമീങ്ങളായ മക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്നത് അവർക്കൊരു കൈത്താങ്ങാവുക എന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഹദീസുകൾ യതീമീങ്ങളുടെ സഹായവുമായി അവരെ സംരക്ഷിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്. സമയച്ചുരുക്കം കൊണ്ട് ഒരു ഹദീസ്, 1-2 ഹദീസ് മാത്രം ഒരു ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് തൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യതയെ സംബന്ധിച്ച് പറഞ്ഞു, ഹൃദയത്തിൻ്റെ കടുപ്പത്തെ സംബന്ധിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു, ആ തുഹിബ്ബു അൻ യലീന ഖൽബുക വ തുദ്റക ഹാജത്തുക. നിൻ്റെ ഹൃദയം മയമാകുന്നതിനും നിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതും നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് പറഞ്ഞത്, നിൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യം മാറിക്കിട്ടാൻ, നിൻ്റെ ഹൃദയം അലിവുള്ളതായിത്തീരാൻ, മയമുള്ളതായിത്തീരാൻ, നിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടാൻ നീ ചെയ്യേണ്ടത് ഇർഹമിൽ യതീമ, അനാഥ മക്കളോട് നീ കരുണ കാണിക്കണം. വംസഹ് റഅ്സഹു, ആ അനാഥ മക്കളുടെ തലയിൽ നീ ഒന്ന് തടകണം. വഅത്ഇംഹു മിൻ തുആമിക, നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആ അനാഥ മക്കൾക്കും നീ ഭക്ഷണം നൽകണം. ഇങ്ങനെ അനാഥ മക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നീ ഏർപ്പെട്ടാൽ എലിൻ കൽബുക, നിൻ്റെ ഹൃദയം മയമുള്ളതായിത്തീരും, നിൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ കാഠിന്യതയും അവസാനിക്കും. വയുദ്റകു ഹാജത്തുക, നിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടും. ദുന്യവിയും ഉഖ്റവിയുമായ സകല ഹാജത്തുകളും നിർവഹിക്കപ്പെടാൻ യതീമിനെ സഹായിച്ചാൽ മതി, യതീമിനെ സ്നേഹിച്ചാൽ മതി എന്ന് ഈ ഹദീസിലൂടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. നമുക്കെല്ലാം പരിചയമുള്ള ഒരു ഹദീസാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അന വ കാഫിൽ യതീമി ഫിൽ ജന്നത്തി കഹാത്തൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചൂണ്ടുവിരലും അതുപോലെ തന്നെ മധ്യവിരലും ഉയർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു, യതീമിനെ സഹായിക്കുന്നവർ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇതുപോലെയാണ് എന്ന് പറയുകയുണ്ടായി. അത്രത്തോളം നബിതങ്ങളുമായിട്ട് അടുത്ത് സഹവസിക്കാനുള്ള വലിയ മഹാഭാഗ്യമാണ് യതീമിനെ സംരക്ഷിക്കുന്നവർക്ക് ലഭിക്കുന്നത് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ഹദീസിൻ്റെ ചുവട്ടിൽ മഹാനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തആല അലൈഹി കുറിക്കുന്നു. ഖാല ഇബ്നു ബത്താൽ, മഹാനായ ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, ഹഖ്ക അലാ മൻ സമിഅ ഹാദൽ ഹദീസ, ഈ ഹദീസ് കേട്ട ഏതൊരാളിനും നിർബന്ധമാണ് അയ്യഉമല ബിഹി, ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യൽ. ഈ ഹദീസ് യതീമീങ്ങളെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇതേപോലെയാണ്, അഥവാ നബിതങ്ങളോട് അടുത്ത സ്ഥാനം, നബിതങ്ങളുടെ റഫീഖാകാനുള്ള ഭാഗ്യം ലഭിക്കുമെന്ന് പറഞ്ഞ ഈ ഹദീസ് ആര് കേൾക്കുന്നുവോ അവൻ ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൻ്റെ ചുവട്ടിൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാണ്. എന്നിട്ട് മഹാനവർകൾ പറയുന്നു, ലിയകൂന റഫീഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ജന്ന. കാരണം എന്താണ്? ഈ യതീമിനെ സഹായിക്കുക വഴി, യതീമിന് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യുക വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സഹവാസം,
ആ കൂട്ട് സ്വർഗത്തിൽ ലഭിക്കാൻ സാധിക്കും. വല മൻസിലത ഫിൽ ആഖിറതി അഫ്ളലു മിൻ ദാലിക. മഹാനവറുകൾ പറയുന്നു, ആഖിറത്തിൽ ഒരു മനുഷ്യന് ഇതിനേക്കാൾ വലിയൊരു പദവി കിട്ടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടുത്ത സഹവാസം ലഭിക്കുക എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തൊരു പദവി ഒരു മനുഷ്യന് വേറെ ലഭിക്കാനില്ല എന്ന്. അപ്പോൾ ആ ഉയർന്ന പദവി നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ ലഭിക്കുന്നതിന് നിമിത്തമായി തീരുന്ന വലിയൊരു അമലാണ് യത്തീമിനെ സംരക്ഷിക്കുക എന്നുള്ളത്, യത്തീമിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ബഹുമാനികളെ, ഫുഖറാകളെ സഹായിക്കുന്നതിനെ സംബന്ധിച്ച്, അതുപോലെ യത്തീമീങ്ങളെ, അനാഥകളെ, അഗതികളെ സഹായിക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യത്തീമികൾ, ഫുഖറാകളായ ആളുകൾ, യത്തീമികൾ എന്തായാലും ഫുഖറാകളിൽ പെടുമല്ലോ, ഫുഖറാകളായ ആളുകളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായ ഹസ്തങ്ങൾ നിങ്ങളവർക്ക് ചെയ്യണം. കാരണം വഇന്ന ലഹും ദൗലത്തൻ, നാളെ ആഖിറത്തിൽ അവർക്ക് അധികാരമുള്ളവരാണവർ. സഹാബത്ത് ചോദിച്ചു, എന്താണ് നബി അവർക്കുള്ള അധികാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമുൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളാകുമ്പോൾ, ഖീല ലഹും, സാധുക്കളായ ആളുകളോട് പറയപ്പെടും, ഉൻദുറു മൻ അത്അമകും കസ്റത്തൻ, ഒരു റൊട്ടി കഷണമെങ്കിലും ദുനിയാവിൽ വെച്ച് നിങ്ങൾക്ക് നൽകി നിങ്ങളെ സഹായിച്ചവർ ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. വാ അസ്കാക്കും ഷർബത്തൻ, ഒരിറക്ക് വെള്ളമെങ്കിലും നിങ്ങൾക്ക് നൽകിയവരിവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. വക്കസാക്കും സൗബ, ഒരു വസ്ത്രമെങ്കിലും നിങ്ങൾക്ക് നൽകി നിങ്ങളെ സഹായിച്ചവരുണ്ടോ നോക്കൂ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഫഹുദൂഹു, അവരെ നിങ്ങൾ കൈക്ക് പിടിച്ച് സുമ്മംദൂ ബിഹിൽ ജന്ന, സ്വർഗത്തിലേക്ക് പൊയ്ക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ തങ്ങളെ സഹായിച്ചവരെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകാനുള്ള അധികാരം ഈ സാധുക്കളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ബഹുമാന്യനായ എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് ബഹുമാന്യനായ താഹിർ ഉസ്താദ് അവറുകൾക്കും അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലരായ ശിഷ്യഗണങ്ങൾക്കും അതുപോലെ അൽ ഹിദായ സാംസ്കാരിക സമിതിയും അതുപോലെ അവരുടെ എല്ലാം അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ മഹത്തായ ഭവനം, ഈ യത്തീമീങ്ങൾക്ക് ഒരു കൈത്താങ്ങാങ്ങിക്കൊണ്ടുള്ള ഈ ഭവനം നിർമ്മിക്കുന്നതിന് ഏതെല്ലാം നിലയിൽ സഹായിച്ചുവോ അവർക്കെല്ലാവർക്കും തീർച്ചയായിട്ടും സന്തോഷിക്കാൻ വക നൽകുന്നതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസുകൾ, ഈ പ്രഖ്യാപനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യവും അതിനുള്ള മനസ്സും അവസരവും ബഹുമാനനായ താഹിർ ഉസ്താദ് അവർകൾക്കും അദ്ദേഹത്തിൻ്റെ ശിക്ഷണങ്ങൾക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട്